ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പ്ലസ് എന്ന നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഈ ചാനൽ ഇവിടെ ലോഞ്ച് ആവുന്നത്. എല്ലാവരുടെയും സഹായവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു കപ്പൽ അപകടം, 100 വർഷങ്ങൾക്കിപ്പുറവും പറഞ്ഞു തീരാത്ത കഥകൾ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈറ്റാനിക്കിനെ കുറിച്ചാണ്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കപ്പൽ നിർമ്മാണവും കപ്പൽ ഗതാഗതവുമെല്ലാം വളരെയേറെ പുരോഗതി കൈവരിച്ചിരുന്നു. രാജ്യങ്ങൾ തമ്മിലും കമ്പനികൾ തമ്മിലും കപ്പൽ നിർമ്മാണത്തിൽ കടുത്ത മത്സരം നടക്കുന്ന കാലമാണ്. ഇതിൽ തന്നെ ബ്രിട്ടൻ വളരെ വ്യക്തമായൊരു മുൻതൂക്കം ഈ മേഖലയിൽ പുലർത്തിയിരുന്നു. അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലായിരുന്ന ലൂസിറ്റാനിയയെ പിന്തള്ളുവാൻ വേണ്ടി ബ്രിട്ടനിലെ വൈറ്റ് സ്റ്റാർ ലൈൻ ഒരു പുതിയ കപ്പൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1909 നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലുള്ള ഹാർലാൻഡ് ആൻഡ് വോൾഫ് ഷിപ്പ്യാർഡിൽ RMS ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 882 അടി നീളവും 92 അടി വീതിയുമായിരുന്നു ടൈറ്റാനിക്കിനുണ്ടായിരുന്നത്. 1911 മെയ് 31 നിർമ്മാണം പൂർത്തിയായ ടൈറ്റാനിക് ആഡംബരത്തിൻ്റെ അവസാന വാക്കായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉള്ളതിനേക്കാൾ സൗകര്യങ്ങൾ ടൈറ്റാനിക്കിലുണ്ടായിരുന്നു. എല്ലാ ലക്ഷറിയുമുള്ള 9 ഡെക്കുകൾ, പാരീസിലെ ഓപ്പറ ഹൗസ് നിർമ്മിതിയിൽ നിന്നും ഇൻസ്പയർഡായി നിർമ്മിച്ച ഒരു മനോഹരമായ സ്റ്റെയർ കേസ്, സ്വിമ്മിംഗ് പൂൾ, ജിം, മനോഹരമായ കുളിമുറികൾ, ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് അവരുടെ പെറ്റ്സിനെ എല്ലാം നോക്കുവാൻ വേണ്ടി ഡോഗ്സ് കെന്നൽ, സ്ക്വാഷ് കളിക്കാനായിട്ടുള്ള കോർട്ട്, ഇൻഡോർ ടെന്നീസ് കോർട്ട്, വളരെ ഫേമസ് ആയ ഗ്രാൻഡ് ഡൈനിങ് സലൂൺ പോലെ കഫേകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളും ധാരാളം. ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്ര തുടങ്ങുന്നത് 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കായിരുന്നു ആദ്യത്തെ യാത്ര. യാത്ര തുടങ്ങിയ ശേഷം ഫ്രാൻസിലെ ഷെർബർഗിലും അയർലാൻഡിലെ ക്വീൻസ്ലാൻഡിലും ഓരോ സ്റ്റോപ്പുകളുണ്ടായിരുന്നു. 3500ഓളം പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പലിൽ ആ യാത്രയിൽ ക്രൂ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് 2200 പേരായിരുന്നു. സമൂഹത്തിലെ ഉന്നതരായ ധനികരും രാഷ്ട്രീയക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമൊക്കെയായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നത്. അവരെക്കാൾ എത്രയോ അധികം യാത്രക്കാർ തേർഡ് ക്ലാസ്സിലുണ്ടായിരുന്നു. കുടിയേറ്റക്കാരായിരുന്നു അവരിൽ അധികവും. നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് അമേരിക്കയിലേക്ക് കുടിയേറുന്നവരായിരുന്നു അവർ. ഏറെക്കാലം ബ്രിട്ടീഷ് നേവിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന എഡ്വേർഡ് ജോൺ സ്മിത്തായിരുന്നു ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ. ബില്യണേഴ്സ് ക്യാപ്റ്റൻ എന്നൊരു വിളിപ്പേരും ക്യാപ്റ്റൻ എഡ്വേർഡ് ജെ സ്മിത്തിനുണ്ടായിരുന്നു. ബ്രിട്ടീഷ് നേവിയിലെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉയർന്ന റാങ്കും സമൂഹത്തിലെ ഉന്നതരുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും ഒക്കെ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. എന്തായാലും ടൈറ്റാനിക് പോലെ ബൃഹത്തായ ഒരു കപ്പലിനെ നയിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന നാവികർക്ക് ഒഴുകി നടക്കുന്ന മഞ്ഞുമലകൾ ഒരു പുതിയ കാര്യമല്ല. ക്യാപ്റ്റൻ എഡ്വേർഡ് ജെ സ്മിത്തും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ധാരാളമായി ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. റേഡിയോ കമ്മ്യൂണിക്കേഷനിലൂടെ കപ്പലുകൾ തമ്മിൽ മഞ്ഞുമലകളുടെ സ്ഥാനവും ഗതിയും തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ കൈമാറ്റം ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും ഒരു മഞ്ഞുമല കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന കപ്പലിലെ ക്യാപ്റ്റൻ റേഡിയോ സന്ദേശത്തിലൂടെ അടുത്തുള്ള കപ്പലുകളെ ഈ വിവരം അറിയിക്കും. ടൈറ്റാനിക്കിലും വളരെ മികച്ച ഒരു റേഡിയോ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. മാർക്കോണി കമ്പനി നേരിട്ടായിരുന്നു ടൈറ്റാനിക്കിലെ റേഡിയോ സംവിധാനം ഒരുക്കിയത്. റേഡിയോ സംവിധാനം ഒരുക്കുക മാത്രമല്ല, അവരുടെ എക്സ്പേർട്ടായിട്ടുള്ള 2 ആളുകളെയും കമ്പനി ടൈറ്റാനിക്കിന് വിട്ടു നൽകിയിരുന്നു. ജാക്ക് ഫിലിപ്സ്, ഹരോൾഡ് ബ്രൈഡ് എന്നീ ഉദ്യോഗസ്ഥരായിരുന്നു മാർക്കോണി കമ്പനിയിൽ നിന്നും ടൈറ്റാനിക്കിലേക്ക് ജോലിക്ക് വേണ്ടി എത്തിയ ഉദ്യോഗസ്ഥർ. ഏപ്രിൽ 14 വൈകുന്നേരത്തോടു കൂടി ടൈറ്റാനിക് കൂടുതൽ മഞ്ഞുമലകൾ കാണപ്പെടുന്ന സമുദ്രത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഈ സമയമായപ്പോഴത്തേക്കും ക്യാപ്റ്റൻ സ്മിത്ത് ടൈറ്റാനിക്കിൻ്റെ ദിശയിൽ ചെറിയൊരു മാറ്റം വരുത്തി. കുറച്ചുകൂടി സൗത്തിലേക്ക്, അതായത് തെക്ക് ഭാഗത്തേക്ക് മുന്നോട്ട് പോകാനുള്ള മാറ്റമാണ് അദ്ദേഹം വരുത്തിയത്. എന്നിരുന്നാലും അദ്ദേഹം കപ്പലിൻ്റെ സ്പീഡിൽ മാറ്റമൊന്നും വരുത്തിയില്ല. അത് ഏകദേശം 22 നോട്ട്സായിട്ട് തുടരാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും തൻ്റെ കപ്പലിലേക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഐസ്ബർഗ് അലർട്ടുകൾ ക്യാപ്റ്റനെ കുറച്ച് അലോസരപ്പെടുത്തുകയുണ്ടായി. തൻ്റെ വേഗതയെ കുറയ്ക്കാൻ പോകുന്ന എന്ത് കാര്യവും അദ്ദേഹത്തെ അലോസരപ്പെടുത്തുക പതിവാണ്.
1912 ഏപ്രിൽ 14 രാത്രി 9:40 മെസബ എന്ന കപ്പലിൽ നിന്നും ഒരു ഐസ് ഫീൽഡ് വാണിംഗ് ടൈറ്റാനിക്കിലേക്ക് എത്തുകയുണ്ടായി. രാത്രി 10:55 കാലിഫോർണിയൻ എന്ന കപ്പലിൽ നിന്നും ഒരു വാണിംഗ് കൂടെ ടൈറ്റാനിക്കിൽ ലഭിച്ചു. എന്നാൽ ഇത്തവണ റേഡിയോ ഓപ്പറേറ്ററായിട്ടുള്ള ഫിലിപ്സ് കാലിഫോർണിയയിൽ നിന്നും ഈ സന്ദേശം അയച്ച റേഡിയോ ഓപ്പറേറ്ററെ വഴക്ക് പറയുകയാണ് ചെയ്തത്. തങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് താക്കീതും ചെയ്തു. ടൈറ്റാനിക്കിൽ രാത്രിയിലെ നിരീക്ഷണ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഫ്രെഡറിക് ഫ്ലീറ്റ്, റെജിനാൾഡ് ലീ എന്നീ 2 പേരായിരുന്നു. എന്നാൽ ആ രാത്രിയിലെ കാലാവസ്ഥയിൽ നിരീക്ഷണം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയായിരുന്നു. അതുകൂടാതെ ബൈനോക്കുലറുകൾ അന്ന് മിസ്സിംഗ് ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. രാത്രി ഏകദേശം 11:40 ന്യൂ ഫൗണ്ട് ലാൻഡിന് ഏകദേശം 400 നോട്ടിക്കൽ മൈൽ തെക്ക് ഭാഗത്ത് വെച്ച് ഒരു ഐസ്ബർഗ് അവരുടെ കണ്ണിൽപ്പെട്ടു. ഇത് അപ്പോൾ തന്നെ ഫസ്റ്റ് ഓഫീസറായിട്ടുള്ള വില്യം മർഡോക്കിനെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം പെട്ടെന്ന് തന്നെ കപ്പൽ ഇടത്തോട്ട് വെട്ടിത്തിരിക്കാനായി ഉത്തരവിട്ടു. അതോടൊപ്പം തന്നെ ടൈറ്റാനിക്കിൻ്റെ എൻജിൻസ് റിവേഴ്സ് ആകുകയും ചെയ്തു. എന്നാൽ ഒരു കൂട്ടിയിടി ഒഴിവാക്കാൻ മാത്രം ഇത് പര്യാപ്തമായിരുന്നില്ല. കപ്പൽ പെട്ടെന്ന് വെട്ടിത്തിരിച്ചെങ്കിലും അത് മഞ്ഞുമലയിൽ ഇടിക്കുക തന്നെ ചെയ്തു. കപ്പലിൻ്റെ അടിഭാഗത്തുള്ള 5ഓളം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ കേടായി. ഈ കൂട്ടിയിടിയിൽ ടൈറ്റാനിക്കിന് സംഭവിച്ചിരിക്കുന്ന ആഘാതത്തെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഒരു വിലയിരുത്തൽ നടത്തുകയുണ്ടായി. അവർക്ക് മനസ്സിലായിടത്തോളം ഈ തകർന്നു കിടക്കുന്ന വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സമുദ്രജലം വളരെ വേഗം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കും. അതിനുശേഷം അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് ടൈറ്റാനിക് മറഞ്ഞുപോകും. ഇത് മനസ്സിലായ ക്യാപ്റ്റൻ സ്മിത്ത് റേഡിയോ ഓപ്പറേറ്ററായിട്ടുള്ള ഫിലിപ്സിനോട് എത്രയും വേഗം രക്ഷയാവശ്യപ്പെട്ടുകൊണ്ടുള്ള സിഗ്നലുകൾ അയക്കുവാൻ ആവശ്യപ്പെട്ടു. ഏകദേശം വെളുപ്പിനെ 12:20 ആയപ്പോൾ കാർപാത്യ എന്ന കപ്പലിൽ ഈ സിഗ്നലുകൾ എത്തുകയുണ്ടായി. കാർപാത്യ വളരെ വേഗം തന്നെ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ടൈറ്റാനിക്കിൽ നിന്നുള്ള അപകട സന്ദേശം ലഭിക്കുമ്പോൾ കാർപാത്യ ഏകദേശം 58 നോട്ടിക്കൽ മൈൽ ദൂരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 3 മണിക്കൂർ സഞ്ചരിച്ചാൽ മാത്രമേ കാർപാത്യയ്ക്ക് ടൈറ്റാനിക്കിനടുത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. മറ്റൊരു കപ്പലായ ഒളിമ്പിക്കും ഈ സന്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും അത് വളരെയധികം ദൂരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാലിഫോർണിയൻ എന്ന കപ്പലിൽ അന്ന് രാത്രി പക്ഷേ വയർലെസ്സുകൾ ഓഫായിരുന്നതിനാൽ അവയ്ക്ക് ഈ അപകട സന്ദേശങ്ങളൊന്നും തന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അപകടം നടന്ന് അധികം വൈകാതെ തന്നെ ടൈറ്റാനിക്കിനകത്തും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വേണ്ടതിലും വളരെ കുറച്ച് ലൈഫ് ബോട്ടുകൾ മാത്രമേ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ട്രേഡ് നിർദ്ദേശിച്ചതിലും വളരെ കുറച്ച് ലൈഫ് ബോട്ടുകൾ മാത്രം. ടൈറ്റാനിക് ഒരിക്കലും മുങ്ങില്ല എന്ന അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കാരണമാവാം ഈ ലൈഫ് ബോട്ടുകൾ വളരെ കുറച്ച് മാത്രം അവർ കരുതിയത്. സ്ത്രീകളും കുട്ടികളും ആദ്യം എന്ന നിലയിലായിരുന്നു ലൈഫ് ബോട്ടിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നത്. ലൈഫ് ബോട്ട് നമ്പർ 7 ആയിരുന്നു ആദ്യമായി ടൈറ്റാനിക്കിൽ നിന്നും കടലിലേക്ക് ഇറക്കിയത്. ഈ ലൈഫ് ബോട്ടിൽ 27 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 65 പേരെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇതിനുണ്ടായിരുന്നു. ആകെ 705 ആൾക്കാരെ മാത്രമാണ് ലൈഫ് ബോട്ട് വഴി രക്ഷപ്പെടുത്താൻ സാധിച്ചത്. പുലർച്ചെ ഏകദേശം 1 മണിയോടുകൂടി തന്നെ ടൈറ്റാനിക്കിൻ്റെ അടിയിലെ ഡെക്കിൽ പൂർണ്ണമായും സമുദ്രജലം ഇരച്ചു കയറിയിരുന്നു. ഇതേ സമയം ലൈഫ് ബോട്ട് നമ്പർ 14ലേക്ക് ഇരച്ചു കയറുന്ന പുരുഷന്മാരെ കണ്ടതും ഓഫീസർ ഹരോൾഡ് ലോ തൻ്റെ തോക്കുയർത്തി 3 തവണ ആകാശത്തേക്ക് വെടിയുതിർത്തു. ഇതേ സമയം തന്നെ റേഡിയോ ഓപ്പറേറ്ററായിട്ടുള്ള ഫിലിപ്സ് വീണ്ടും അപകട സന്ദേശങ്ങൾ അയക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കപ്പൽ ഇനി അധിക നേരം പിടിച്ചു നിൽക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ടൈറ്റാനിക് മുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ മുൻവശം മൂക്കുകുത്തുകയാണ്. പിൻവശം ഏതാണ്ട് പൂർണ്ണമായി തന്നെ സമുദ്രത്തിന് ഉയരെ നിൽക്കുകയാണ്. പ്രൊപ്പലറുകൾ കൃത്യമായി കാണാൻ പാകത്തിൽ. ഏകദേശം 2:18 ആയപ്പോഴത്തേക്കും ടൈറ്റാനിക് 2ആയി ഒടിഞ്ഞു. സമുദ്രജലം വളരെ ശക്തിയായി ടൈറ്റാനിക്കിലേക്ക് ഇരച്ചു കയറുകയാണ്. ശരീരം കുത്തിത്തുളയ്ക്കുന്ന തണുപ്പും അടിച്ചു കയറുന്ന സമുദ്രജലവും ആ ജനങ്ങളുടെ അവസ്ഥയെ പരിതാപകരമാക്കി. ആയിരക്കണക്കിന് പേരുടെ ജീവൻ പൊലിഞ്ഞ ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് 3ാം ക്ലാസ് യാത്രക്കാർക്കിടയിലായിരുന്നു. ഏകദേശം 710 പേർ ഈ രാത്രി അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴ്ന്നുപോയി. ക്യാപ്റ്റൻ എഡ്വേർഡ് ജെ സ്മിത്ത് ആവട്ടെ തൻ്റെ കപ്പലിനെ ഉപേക്ഷിച്ച് വരാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. കപ്പൽ അപകടം നടന്ന് ഇത്രയും വർഷമായിട്ടും
അദ്ദേഹത്തിൻ്റെ ബോഡി ഇതുവരെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ടൈറ്റാനിക്കിൽ നിന്നുള്ള അപകട സന്ദേശം ലഭിച്ച കാർപാത്തിയ എന്ന കപ്പൽ ഏകദേശം വെളുപ്പിന് 3:30 അപകടം നടന്ന സ്ഥലത്തെത്തി. അപ്പോഴേക്കും ടൈറ്റാനിക് മുങ്ങി ഏകദേശം 1 മണിക്കൂർ ആയിരുന്നു. ടൈറ്റാനിക്കിൽ നിന്നും പുറപ്പെട്ട ലൈഫ് ബോട്ട് നമ്പർ 2 ആദ്യമായി കാർപാത്തിയയിലേക്ക് എത്തിച്ചേർന്നത്. അതേസമയം വയർലെസ്സുകൾ ഓഫായിരുന്നതിനാൽ ടൈറ്റാനിക്കിൽ നിന്നുള്ള അപകട സന്ദേശം ലഭിക്കാതിരുന്ന കാലിഫോർണിയൻ എന്ന കപ്പൽ രാവിലെ 8:30 ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തി. അപകടം നടന്ന് 3 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ടൈറ്റാനിക്കിൽ നിന്നുള്ള സന്ദേശങ്ങൾ കാലിഫോർണിയനിൽ ലഭിച്ചത്. ഏകദേശം 9 മണിയോടുകൂടി കാർപാത്തിയ എന്ന കപ്പൽ അവിടെ നിന്നും രക്ഷിച്ചെടുത്ത ആൾക്കാരുമായി അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് തൻ്റെ യാത്ര തിരിച്ചു. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നാണ് ടൈറ്റാനിക്കിന് സംഭവിച്ചത്. ഏകദേശം 1200-നും 1500-നും ഇടയിൽ ആളുകൾക്ക് തങ്ങളുടെ ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക്. ഈ അപകടം ഒരുപാട് അന്വേഷണങ്ങൾക്കും വഴി തുറന്നു. അതോടൊപ്പം തന്നെ സമുദ്രയാത്രാ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരാൻ ഈ അപകടം കാരണമായി. അപകടം നടന്ന് അധികം വൈകാതെ തന്നെ അമേരിക്കയും ബ്രിട്ടനും അന്വേഷണ കമ്മീഷനുകൾ രൂപീകരിച്ചു. 1912 ഏപ്രിൽ 19 വില്യം ആൾഡൻ സ്മിത്തിൻ്റെ കീഴിൽ അമേരിക്ക ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. 80-ലധികം സാക്ഷികളെ ഈ കമ്മീഷൻ വിസ്തരിച്ചു. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായിരുന്നു സെക്കൻഡ് ഓഫീസറായിരുന്ന ചാൾസ് ലൈറ്റോളർ. എന്നാൽ ചാൾസ് ലൈറ്റോളർ തൻ്റെ ഉന്നത അധികാരികളെയെല്ലാം തന്നെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. ക്യാപ്റ്റൻ സ്മിത്ത് ആ രാത്രിയിൽ കപ്പലിൻ്റെ വേഗത കുറയ്ക്കാൻ തയ്യാറാകാതിരുന്നതിനെയും ഈ സെക്കൻഡ് ഓഫീസറായിരുന്ന ചാൾസ് ലൈറ്റോളർ ന്യായീകരിച്ചു. എന്നാൽ മറ്റ് സാക്ഷികൾക്ക് അതായിരുന്നില്ല പറയാനുണ്ടായിരുന്നത്. ടൈറ്റാനിക് പോലുള്ള ഒരു വലിയ കപ്പലിൽ ഒരു ജനറൽ വാർണിംഗ് സിസ്റ്റം ഇല്ലാതിരുന്നതിനെക്കുറിച്ച് അവർ പരാതി പറയുകയുണ്ടായി. ഈ കമ്മീഷൻ കാലിഫോർണിയൻ എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റനെയും ക്രൂവിനെയും തങ്ങളുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയുണ്ടായി. അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കാലിഫോർണിയൻ എന്ന കപ്പൽ ടൈറ്റാനിക്കിൽ നിന്നും വെറും 20 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയായിരുന്നു എന്നാണ്. കാലിഫോർണിയൻ എന്ന ഈ കപ്പലിലെ ക്രൂവിൻ്റെ മൊഴി വളരെ വിചിത്രമാണ്. അവർ പറയുന്നത് അവർ ഒരു കപ്പൽ കണ്ടിരുന്നുവെങ്കിലും അത് മൂവ് ചെയ്യുന്നതായിട്ടാണ് അവർക്ക് തോന്നിയതെന്നാണ്. അതോടൊപ്പം തന്നെ മോഴ്സ് ലാമ്പ് വഴി ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ അത് വിജയകരമായില്ല. മോഴ്സ് ലാമ്പ് കമ്മ്യൂണിക്കേഷൻ എന്നാൽ പ്രകാശം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ്. അപകടം നടന്ന ഉടനെ ടൈറ്റാനിക്കിൽ നിന്നും ഫ്ലെയർ ഗണ്ണുകൾ ഉപയോഗിച്ച് ആകാശത്തേക്ക് റോക്കറ്റുകൾ വെടിയുതിർത്തിരുന്നു. ഇത് കാലിഫോർണിയൻ എന്ന കപ്പലിൻ്റെ ക്രൂ കാണുകയും ചെയ്തിരുന്നു. അവർ ഇത് തങ്ങളുടെ ക്യാപ്റ്റനായ സ്റ്റാൻലി ലോർഡിനെ അറിയിച്ചു. എന്നാൽ ആ സമയത്ത് സ്റ്റാൻലി ലോർഡ് തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം തൻ്റെ കപ്പലിലെ റേഡിയോ ഓൺ ചെയ്യാൻ തയ്യാറായില്ല. പകരം മോഴ്സ് ലാമ്പ് വഴി കമ്മ്യൂണിക്കേഷൻ തുടരൂ എന്നായിരുന്നു അദ്ദേഹം നൽകിയ നിർദ്ദേശം. അതോടൊപ്പം തന്നെ ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റനായ എഡ്വേർഡ് ജെ സ്മിത്തിനെയും ഈ കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ടൈറ്റാനിക്കിൻ്റെ വേഗത കുറയ്ക്കാനോ ദിശ മാറ്റുവാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കാലിഫോർണിയൻ കപ്പലിൻ്റെ ക്യാപ്റ്റനെയും കമ്മീഷൻ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ധാരാളം അപകട സിഗ്നലുകൾ നൽകിയിട്ടും അദ്ദേഹം അത് കാര്യമായി എടുത്തില്ല എന്നും തൻ്റെ റേഡിയോ ഓഫ് ചെയ്തു വെച്ചത് വലിയൊരു വീഴ്ചയാണ് എന്നും കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. 1912 മെയ് മാസത്തിൽ ബ്രിട്ടനും അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇത് അമേരിക്കയുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്ന ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ട്രേഡിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അവരുടെ കണ്ടെത്തലുകൾ വളരെ വിചിത്രമായിരുന്നു. ക്യാപ്റ്റൻ എഡ്വേർഡ് ജെ സ്മിത്തിനെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താനാവില്ല എന്നായിരുന്നു അവർ കണ്ടെത്തിയത്. വളരെ വിദഗ്ധനായ ഏതൊരു നാവികനും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ എഡ്വേർഡ് ജെ സ്മിത്ത് ടൈറ്റാനിക്കിൽ ചെയ്തിട്ടുള്ളൂ എന്നാണ് അവരുടെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ കപ്പൽ അമിത വേഗത്തിൽ മഞ്ഞുമലയിൽ ഇടിച്ചതുകൊണ്ടാണ് അപകടമുണ്ടായത് എന്നും അവർ പറയുന്നു. എന്നാൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും അന്വേഷണ റിപ്പോർട്ടുകളിൽ പൊതുവായുള്ള ഒരു വസ്തുത എന്തെന്നാൽ കാലിഫോർണിയൻ എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റനെ 2 റിപ്പോർട്ടുകളിലും നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ അവകാശപ്പെട്ടതിനേക്കാളും അടുത്തായിരുന്നു കപ്പലുണ്ടായിരുന്നത് എന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഏകദേശം 9 മുതൽ 19 കിലോമീറ്റർ വരെ മാത്രം അകലമേ ടൈറ്റാനിക്കുമായി കാലിഫോർണിയന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് കണ്ടെത്തുകയുണ്ടായി. ടൈറ്റാനിക് അപകടത്തിന് ശേഷം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിൽ സമുദ്രയാത്രാ സുരക്ഷയെ സംബന്ധിക്കുന്ന ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി.
1913 ലണ്ടനിൽ വെച്ച് ആദ്യത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഫോർ സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ കോൺഫറൻസിൽ വെച്ച് ധാരാളം പുതിയ ആശയങ്ങളും നിർദ്ദേശങ്ങളും ഉരുത്തിരിഞ്ഞു വന്നു. അതുപ്രകാരം സുരക്ഷ വർദ്ധിപ്പിക്കാനായി ഓരോ കപ്പലിലും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കപ്പെട്ടു. ഈ കോൺഫറൻസിൽ ഉയർന്നു വന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്: ഓരോ കപ്പലിലും ആവശ്യത്തിനെണ്ണം ലൈഫ് ബോട്ടുകളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം ഓരോ യാത്രയിലും ലൈഫ് ബോട്ട് ഡ്രില്ലുകൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ 24 മണിക്കൂർ റേഡിയോ സംവിധാനം ഓണാണെന്ന് ഉറപ്പുവരുത്തണം. മഞ്ഞുമലകളെ കൃത്യമായി നിരീക്ഷിക്കാനായി ഇൻ്റർനാഷണൽ ഐസ് പെട്രോൾ ശക്തമാക്കണം. ഇങ്ങനെ ധാരാളം പുതിയ മാറ്റങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ കോൺഫറൻസ് അവസാനിച്ചത്. എന്തായാലും വളരെ വലിയൊരു അപകടം നടക്കേണ്ടതായി വന്നു ഇങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ. 1912 അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കുറേ അധികം വർഷം ആ സമുദ്രാന്തർഭാഗത്ത് തന്നെ കിടന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടിയാണ് അവ വീണ്ടും വെളിച്ചം കാണുന്നത്. അതും വളരെ യാദൃച്ഛികമായി. 1985 ഓഗസ്റ്റിൽ അമേരിക്കയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ ഒരു സമുദ്രാന്തർ പര്യവേഷണത്തിനിടെയാണ് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടും മനുഷ്യൻ കാണുന്നത്. US നേവിയുടെ റിസർച്ച് ഷിപ്പായ നോറിൽ നിന്നും 5 മീറ്റർ നീളമുള്ള ഒരു സബ്മേഴ്സിബിൾ അവർ വിക്ഷേപിക്കുന്നുണ്ട്. സമുദ്രത്തിൻ്റെ അടിയിൽ പോയി പര്യവേക്ഷണങ്ങൾ നടത്തുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ വാഹനത്തിൽ ഒരു റിമോട്ട് കൺട്രോൾ ക്യാമറയും ഉണ്ടായിരുന്നു. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഏകദേശം 13,000 അടി താഴെയാണ് അവർ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അന്ന് മുതൽക്കിങ്ങോട്ട് ഒരുപാട് രാജ്യങ്ങളുടെ ധാരാളം വാഹനങ്ങൾ സമുദ്രാന്തർഭാഗത്ത് പോയി ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളുടെ വീഡിയോയും ഫോട്ടോകളും എടുത്തിട്ടുണ്ട്. ധാരാളം പഠനങ്ങളും ഖനനങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ 2019 ഇങ്ങനെ നടത്തിയ ഒരു പര്യവേക്ഷണത്തിൽ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ വളരെ വേഗം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതായി കണ്ടെത്തി. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ അറ്റ്ലാന്റിക്കിൻ്റെ അടിത്തട്ടിലേക്ക് എണ്ണമറ്റ യാത്രകൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ 1990കളിൽ ഇതൊരു ടൂറിസം സാധ്യതയായി കണ്ട ചിലർ ടൂറിസ്റ്റുകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയും ആരംഭിച്ചു. ഏകദേശം $36,000 ആയിരുന്നു അതിന് വരുന്ന ചിലവ്. എന്നാൽ 2020 ആയപ്പോൾ ഇത് $2.5 ലക്ഷം എന്ന നിലയിലേക്ക് ഉയരുകയുണ്ടായി. 2023 ജൂണിൽ നടന്ന ടൈറ്റൻ അപകടം നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ഒരു വാർത്തയായിരുന്നു. ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡിഷൻസ് എന്നൊരു കമ്പനിയായിരുന്നു ഇത് നടത്തിയിരുന്നത്. ഒരു സബ്മേഴ്സിബിൾ വാഹനത്തിൽ കയറ്റി ടൂറിസ്റ്റുകളെ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണിക്കുവാനായി അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. എന്നാൽ ഓഷ്യൻ ഗേറ്റ് സ്ഥാപകനായിട്ടുള്ള സ്റ്റോക്ടൺ റഷിനും ഈ അപകടത്തിൽ തൻ്റെ ജീവൻ നഷ്ടമായി. ടൈറ്റാനിക് അപകടത്തെ ആധാരമാക്കി ധാരാളം ബുക്കുകളും സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒന്നായിരിക്കും 1997 ജെയിംസ് ക്യാമറൂൺ സംവിധാനം ചെയ്ത് ലിയനാർഡോ ഡിക്കാപ്രിയോ, കെയ്റ്റ് വിൻസ്ലെറ്റ് എന്നിവർ അഭിനയിച്ച ടൈറ്റാനിക് എന്ന സിനിമ. അതോടൊപ്പം തന്നെ 1958 എ നൈറ്റ് ടു റിമെമ്പർ, 1964 ഇറങ്ങിയ ദി അൺസിങ്കബിൾ മോളി ബ്രൗൺ, 1980 റിലീസായ റൈസ് ദ ടൈറ്റാനിക് എന്നീ ചിത്രങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ്. ടൈറ്റാനിക്കിനെ ആധാരമാക്കി ധാരാളം പുസ്തകങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. 1955 വാൾട്ടർ ലോഡ് രചിച്ച എ നൈറ്റ് ടു റിമെമ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതേ പുസ്തകം തന്നെയാണ് പിന്നീട് സിനിമയായതും. 1979 ഡയാൻ ഹോ രചിച്ച ടൈറ്റാനിക് ദ ലോങ് നൈറ്റ്, അതേ വർഷം തന്നെ അദ്ദേഹം രചിച്ച റിമെമ്പറിംഗ് ദ ടൈറ്റാനിക്, 2006 സാറ മക്യൂൺ രചിച്ച വോയേജ് ഓൺ ദ ഗ്രേറ്റ് ടൈറ്റാനിക് തുടങ്ങിയവ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് ടൈറ്റാനിക് താഴ്ന്നു പോയിട്ട് 112 വർഷങ്ങൾ പിന്നിട്ടു. ഈ 112 വർഷങ്ങൾക്കിപ്പുറവും ആളുകൾ ഇപ്പോഴും ടൈറ്റാനിക് എന്ന പേര് കേൾക്കുന്നു, കാണുന്നു, ചിന്തിക്കുന്നു. ടൈറ്റാനിക് എന്ന കപ്പലിനെക്കുറിച്ച് കേൾക്കാത്ത മനുഷ്യർ ലോകത്ത് തന്നെ വളരെ കുറച്ചേ കാണൂ. ഇന്നും ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനായി ധാരാളം പേർ അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോകുന്നു. എന്താണല്ലേ? ടൈറ്റാനിക് ഒരു കടലാണെങ്കിൽ അതിലൊരു തുള്ളി മാത്രമാണ് നമ്മുടെ ഈ എപ്പിസോഡ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.
മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.